ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അവസാന ലാപ്പിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അധികം നീട്ടിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ടോപ്പിക്കിലേക്ക് നേരെ കിടക്കാം. ഈ ഒരു ഫേസ് എത്തുമ്പോൾ, എക്സാമിൻ്റെ അവസാന ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് ആയാലും ഞങ്ങളുടെ കേസിലായാലും ഭയങ്കരമായിട്ട് ഉയർന്നു വന്ന ഒരു ടോപ്പിക്കാണ് GT, ഗ്രാൻഡ് ടെസ്റ്റ്, ക്വസ്റ്റ്യൻസ് അബൌട്ട് ഗ്രാൻഡ് ടെസ്റ്റ്, ഈസ് ഗ്രാൻഡ് ടെസ്റ്റ് റിയലി എ ഗെയിം ചേഞ്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ. പല റീസൺസ് കാരണമാണ് ഈ അവസാന നിമിഷത്തിൽ ഗ്രാൻഡ് ടെസ്റ്റിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഒറ്റ വേർഡ് ആൻസർ ആണ് വേണമെങ്കിൽ, ഐ എം സോറി ടു ഡിസപ്പോയിന്റ് യു ഗൈസ്. നോ, ഗ്രാൻഡ് ടെസ്റ്റ് ഈസ് സിംഗിൾ ഹാൻഡഡ്ലി നോട്ട് എ ഗെയിം ചേഞ്ചർ. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രാൻഡ് ടെസ്റ്റ് മാത്രം ചെയ്തിട്ട് അല്ലെങ്കിൽ PYQ മാത്രം ചെയ്തിട്ട് ഞാൻ ക്രാക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, മേ ബി ചെയ്തിട്ടുണ്ടാവാം, ബട്ട് ദേ ആർ ദ വൺ ഹൂ സക്സീഡഡ്, റൈറ്റ്? അവരുടെ കഴിഞ്ഞു. ഇനി അതും നോക്കി നമ്മൾ ജസ്റ്റ് ഗ്രാൻഡ് ടെസ്റ്റ് മാത്രം, ലൈക്ക് പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാലും പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്, അല്ലേ? പിന്നെന്താണ് ചെയ്യാൻ പറ്റുക? പ്രോപ്പറായിട്ട് നമ്മൾ ആദ്യം എന്താ വേണ്ടത് വെച്ചാൽ, ഗ്രാൻഡ് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്. രണ്ട് കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഗ്രാൻഡ് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പ്രൈമറി തിങ് എന്ന് പറയുന്നത് ടോപ്പിക് നോളജിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് ലാസ്റ്റ് ടൈം എത്തി ചെറിയ സബ്ജക്റ്റുകൾ, ചെറിയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നോക്കാനോ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് നോക്കണം. അങ്ങനത്തെ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ഗ്രാൻഡ് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് കുറേ കുട്ടികൾക്ക് നല്ല സ്ട്രോങ് ബേസ് ഉണ്ട്, അവർക്ക് അവരുടെ ടോപ്പിക്കുകളിൽ അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ്, പക്ഷെ അവർക്കൊരു പേടിയുണ്ട്. അതായത് ഈ എക്സാം മാനേഴ്സിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങൾക്കിത് ഈ ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുമോ? അതായത് എൻ്റെ ടോപ്പിക് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഗ്രാൻഡ് ടെസ്റ്റ് നമുക്ക് അപ്രോച്ച് ചെയ്തിട്ട് ആ സിസ്റ്റത്തിലേക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും ഡിഫറെൻറ്റ് പാർട്ടാണുള്ളത്. ഇപ്പം ഫസ്റ്റ് പറഞ്ഞ കേസാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്കൊരു ടോപ്പിക് നോളജ്, ഒരു സബ്ജക്ട് നോളജാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഡീപ്പായിട്ട് ഇരിക്കണം. അതായത് ഇപ്പം സപ്പോസ് നിങ്ങളൊരു 150 ഒരു സെറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് കാണുന്നത്. ഫസ്റ്റ് 150 കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 150 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കി വിടുകയല്ല, പ്രോപ്പർ റിവിഷൻ നടത്തുക. അതിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നതും ഭയങ്കരമായിട്ട് എനിക്കും ലൈക്ക് ഇത് സംഭവിക്കരുത് എന്ന് തോന്നുന്നൊരു കാര്യമാണ് ഈ ലെക്കിൻ്റെ കാര്യം. അതായത് നമ്മൾ ഈ കറക്കി കുത്തുക എന്നൊരു പരിപാടിയുണ്ട്. കറക്കി കുത്തിയിട്ട് ശരിയായി പോയാൽ അവിടെ ഗ്രീൻ മാർക്കാണ് കാണിക്കുക. നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയാണ്, ഗ്രീൻ മാർക്ക് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വായിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിത് അറിഞ്ഞിട്ട് ഗ്രീൻ മാർക്ക് ആയതല്ല, അറിഞ്ഞിട്ട് നമ്മുടെ ഉത്തരം ശരിയായതല്ല, നമ്മളിത് ലെക്കിന് കുത്തിയിട്ട് ശരിയായതാണ്. അപ്പം നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കില്ല. നമുക്കറിയാത്തൊരു ടോപ്പിക്ക് അറിയാതായി തന്നെ അവിടെ കിടക്കും. അതുപോലെ തന്നെ അറിയുന്നൊരു ടോപ്പിക്ക്, നമ്മൾ കോൺഫിഡൻറ്റോട് കുത്തിയൊരു ടോപ്പിക്ക് റെഡ് കണ്ടു, റോങ് ആണെന്ന് കണ്ടു, വീൽ ലൈക്ക് ഇരിക്കും നമ്മൾ. കാരണം നമുക്കൊരായ അതെങ്ങനെ വന്നേ ഒരു നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കും. സോ നിങ്ങളൊരു റോങ് ആൻസറോ ഒരു ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്ന അതേ ഗൗരവത്തോടു കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റൈറ്റ് ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കണം. ബിക്കോസ് നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത് ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത് ടോപ്പിക് നോളജിന് വേണ്ടിയിട്ടാണ്. ആ ടോപ്പിക്ക് ഏതാണെന്ന് നോക്കുക, ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചതിലുണ്ടോ നോക്കുക, ഈ ടോപ്പിക്ക് നിങ്ങൾ ലൈക്ക് നോട്ട് ഡൗൺ ചെയ്ത കാര്യങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ചുണ്ടോ, എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടോ, ഇതുവരെ കാണാത്തതാണോ, ആണെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മോസ്റ്റ്ലി ചെറിയ സബ്ജക്റ്റുകൾക്ക് അവസാന സമയങ്ങളിൽ നിങ്ങൾ നോക്കിയിട്ടില്ല എന്നൊക്കെ വരുമ്പം ഒരു ലോങ് റിവിഷനൊക്കെ പകരം നമുക്ക് GTകളെ ആശ്രയിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. സ്റ്റിൽ സമയമുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു റൂട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റിന് വേണ്ടി GT എന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഡു ആസ് മെനി GTs ആസ് പോസിബിൾ. ഓക്കെ, ബട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അത് റിവൈസ് ചെയ്ത് നോക്കണം. റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ അക്കാഡമിക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് പറഞ്ഞു തന്ന ടോപ്പിക്കുകളിൽ ഇല്ലാത്തൊരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ ഇരുന്ന് വായിക്കുക തന്നെ വേണം. അത് നോട്ട് ഡൗൺ ചെയ്യണം. നോട്ട് ഡൗൺ ചെയ്യുന്ന ബുക്കുകൾ വൺസ് ഇൻ എ വൈൽ, അത് ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ GTക്കായിട്ടൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് വൺസ് ഇൻ എ വൈൽ അത് നിങ്ങൾ, അതായത് നിങ്ങൾക്ക് വീഡിയോ കാണാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ GT ബുക്കിലേക്ക് വന്നിട്ട് വായിച്ചു നോക്കണം. ഒരു ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ വായിച്ചാൽ മതി. നമ്മുടെ മെമ്മറിയിൽ എവിടെയെങ്കിലൊക്കെ ഇത് സ്റ്റോറായി കിടക്കുന്നുണ്ടാവും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, GT നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സാം മാനറിൽ ചെയ്യുക. അതായത് പൊതുവേ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ പറയാറുള്ളത് രാവിലെ എണീക്കുക,
എക്സാം ടൈം എപ്പോഴാണോ അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ ഇരിക്കുക, ബ്രേക്ക് എടുക്കുക, കൃത്യമായ ബ്രേക്ക് എങ്ങനെയാണ് വരുന്നത് അതെടുക്കുക. അത് പോസിബിൾ ആണെന്നില്ല, കാരണം രാത്രി 3-4 മണി വരെ പഠിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ എക്സാം മാനർ, അതായത് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് അതായത് നിങ്ങൾ 300 ഒരു ദിവസം ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അടുത്ത 150 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായ ഇൻ്റർവെല്ല് എത്രയാണോ എക്സാം സെൻറ്ററിൽ കിട്ടുന്ന ഇൻ്റർവെല്ല് അത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. നിങ്ങൾ ഇന്നൊരു ഗ്രാൻഡ് ടെസ്റ്റിൻ്റെ 150 ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യുന്നവരും നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ സിറ്റിംഗിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഇതിനോടൊന്ന് അഡാപ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് എക്സാം ഹാളിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ GT ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരാണ്, അതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്, ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്തായിരിക്കണം എൻ്റെ വേ ഓഫ് അപ്രോച്ച് എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കമൻസോ ഡൗട്ട്സോ ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, സജഷൻസ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.